ഇന്ന് നമ്മുടെ കാലത്തെ ഏറ്റവും കൗതുകമുണർത്തുന്ന നിഗൂഢതകളിൽ ഒന്നിലേക്ക് നമ്മൾ ഊളിയിടുകയാണ്. ഏരിയ 51 നെവാഡയിലെ ഈ അതീവ രഹസ്യ സൈനിക താവളം പതിറ്റാണ്ടുകളായി യുഎഫ്ഒയുടെയും അന്യഗ്രഹ ഊഹാപോഹങ്ങളുടെയും കേന്ദ്രമാണ്. എന്നാൽ ആ വേലികൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഏരിയ 51-ൽ യഥാർത്ഥത്തിൽ യുഎഫ്ഒകളും അന്യഗ്രഹ ജീവികളും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? നമുക്ക് സത്യം കണ്ടെത്താം. ആദ്യം ഉള്ളടക്കം ഞാൻ വ്യക്തമാക്കാം. നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ 51 ഔദ്യോഗികമായി ഗ്രൂം ലേക്ക് എന്നറിയപ്പെടുന്ന ഈ ബേസ് 1950കളിലാണ് സ്ഥാപിതമായത്. നൂതന വിമാനങ്ങൾക്കും പരീക്ഷണാത്മക സാങ്കേതിക വിദ്യകൾക്കുമുള്ള ഒരു പരീക്ഷണ വികസന സൈറ്റ് എന്ന നിലയിലാണ് ഇതിൻ്റെ പ്രധാന പങ്ക്. തന്ത്രപ്രധാനമായ സൈനിക പദ്ധതികളിലെ പങ്കാളിത്തമാണ് ഏരിയ 51-നെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം. 1947 ജൂലൈയിൽ അമേരിക്കയിൽ യുഎഫ്ഒകളുടെ വ്യാപകമായ ക്രേസ് ഉണ്ടായിരുന്നു. രാജ്യത്തുടനീളം ആളുകൾ പറക്കും തളികകൾ യുഎഫ്ഒകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂൺ 24-ന് സ്വകാര്യ പൈലറ്റ് കെന്നത്ത് അർണോൾഡ് സിയാറ്റലിന് ചുറ്റുമുള്ള ഒരു കുന്നിന് സമീപം തിളങ്ങുന്ന 9 യുഎഫ്ഒകൾ കണ്ടതായി അവകാശപ്പെട്ടതോടെയാണ് ഈ വിഷയം ആരംഭിക്കുന്നത്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗതയിൽ അവർ വളരെ വേഗത്തിൽ പറക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിൽ നിന്ന് 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കയിലുടനീളം പറക്കുന്ന യുഎഫ്ഒകൾ കണ്ടതായി ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. മാപ്പിൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ യുഎഫ്ഒ ദൃശ്യങ്ങളുള്ള 3 മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആണവ പരീക്ഷണങ്ങൾ നടത്തിയ സ്ഥലങ്ങളായിരുന്നു ഇത്. അതിനിടെ ന്യൂ മെക്സിക്കോയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ മാക് ബ്രേസൽ തൻ്റെ വയലിൽ വിചിത്രമായ മാലിന്യങ്ങൾ കണ്ടെത്തിയതായി ഓർത്തു. ഒരു ടിൻഫോയിൽ, റബ്ബർ, ഒരു നേർത്ത തടി ബീം. അവ എന്താണെന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് യുഎഫ്ഒയുമായി ബന്ധമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം അവശിഷ്ടങ്ങൾ ജൂലൈ 7-ന് റോസ്വെല്ലിൻ്റെ ഷെരീഫിലേക്ക് കൊണ്ടുപോയി. ഇതൊരു സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ വില്യം ബ്ലെഞ്ചാർഡിന്റെ ശ്രദ്ധ ആകർഷിച്ചു. റേസ്വെൽ ആർമി എയർഫീൽഡിന്റെ അതായത് റാഫ് കമാൻഡിംഗ് ഓഫീസറായിരുന്നു അദ്ദേഹം. ഫ്ലൈയിങ് ഡിസ്കുകളെ കുറിച്ചുള്ള സംഭവങ്ങൾ സത്യമായതായി അടുത്ത ദിവസം റാഫ് ഒരു പ്രസ്താവന പുറത്തിറക്കി. യുഎഫ്ഒകളുടെ തെളിവ് ലഭിച്ചതായി യുഎസ് സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം യുഎസ് സൈനിക ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാട് പിൻവലിക്കുകയാണ്. കാലാവസ്ഥ ബലൂണിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണ് തങ്ങൾക്ക് നൽകിയതെന്ന് അവർ പറഞ്ഞു. തെളിവായി അവർ ഫോട്ടോകൾ പുറത്തിറക്കി. അങ്ങനെ വാർത്തകൾ മരവിച്ചു. കൂടാതെ പൊതുജനങ്ങളുടെ താല്പര്യവും നഷ്ടപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1970കളുടെ അവസാനത്തിൽ ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ പറക്കുന്ന ഒരു അന്യഗ്രഹ ക്രാഫ്റ്റ് കണ്ടെത്തിയതായി വീണ്ടും വാദങ്ങൾ പ്രചരിച്ചു. ഈ യുഎഫ്ഒയിൽ ഇടിമിന്നലേറ്റ് അത് തകരുകയും അതിനുള്ളിലെ അന്യഗ്രഹ ജീവികളെ കൊല്ലുകയും ചെയ്തുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. 1980-ൽ മേജർ മാർസൽ ദി റോസൽ ഈ സംഭവത്തെക്കുറിച്ച് പുസ്തകം എഴുതി. താൻ കണ്ട അവശിഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഒന്നിൽ നിന്നുള്ളതല്ലെന്ന് അവകാശപ്പെട്ടു. അതിനുശേഷം സംഭവത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പുതിയ സിദ്ധാന്തങ്ങൾ പുറത്തോട്ട് വരുന്നു. യുഎഫ്ഒ ക്രാഷിൽ ജീവിച്ചിരിക്കുന്ന ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടെത്തി. അമേരിക്കൻ സൈന്യം അന്യഗ്രഹ ജീവിയെ ഒരു രഹസ്യ താവളത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ആളുകൾ അവകാശപ്പെടുന്നു. ചില ആളുകൾ വിശ്വസിക്കുന്നത് ഇതുവരെ അന്യഗ്രഹ ജീവി ഒരു അതീവ രഹസ്യ താവളത്തിൽ തടവിലാണെന്നും അന്യഗ്രഹ സാങ്കേതിക വിദ്യയും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഗവേഷണവും റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ സൈന്യവും എന്നാണ്. എന്നാൽ ഇത് നടക്കുന്നത് അതീവ രഹസ്യമായ സ്ഥലത്താണ്. ആ സ്ഥലമാണ് ഏരിയ 51. ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ രഹസ്യം മനസ്സിലാക്കാം. 1940കളുടെ അവസാനം മുതൽ ഏരിയ 51 എന്നറിയപ്പെടുന്ന നെവാഡയിലെ നിഗൂഢമായ ഒരു പ്രദേശം അമേരിക്കക്കാരെ ആകർഷിക്കുന്നുണ്ട്. ഏരിയ 51-ൽ കൃത്യമായി എന്താണ് നടക്കുന്നത്? ഏരിയ 51 യുഎഫ്ഒ റിപ്പോർട്ടുകളുടെയും അന്വേഷണങ്ങളുടെയും ഒരു ആർക്കൈവ് എയർഫോഴ്സ് അടുത്തിടെ പരസ്യമാക്കിയിട്ടുണ്ട്. ഏരിയ 51-ൽ അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങളുണ്ടോ? സുഹൃത്തുക്കളെ, ഏരിയ 51 യഥാർത്ഥത്തിൽ ഒരു യുഎസ് സൈനിക സൗകര്യമാണ്. മരുഭൂമിക്ക് നടുവിൽ അടുത്തുള്ള നഗരങ്ങളിൽ നിന്ന് മൈലുകൾ അകലെയാണ്. കെട്ടിടത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നതും അകത്ത് കയറുന്നതും ആളുകൾക്ക് പൂർണ്ണമായും അനുവദനീയമല്ല. പുറത്ത് നിങ്ങൾക്ക് അത്തരം സൈൻ ബോർഡുകൾ കാണാം. ഈ പ്രദേശത്തിന്റെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനം ഉണ്ടായാൽ അത് മാരകമായ ശക്തിയോടെ നേരിടും. സൈൻ ബോർഡുകളിൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്. അപ്പോൾ അവിടെ എന്താണുള്ളത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏരിയ 51 ഉൾപ്പെട്ട രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു.
2019 ജൂണിൽ ജോ റോഗൻ തൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ബോബ് ലാസറിനെ ക്ഷണിച്ചു. ജോ റോഗൻ വളരെ പ്രശസ്തനായ പോഡ്കാസ്റ്ററാണ്. ബോബ് ലാസർ UFOകൾ പോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ആരാധനാ വ്യക്തിയാണ്. പറക്കും തളികളെക്കുറിച്ചും ഏരിയ 51നെ കുറിച്ചും ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. താൻ ഏരിയ 51ലെ ഗവേഷകനായിരുന്നു. അവിടെ അന്യഗ്രഹ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഗവേഷണം നടത്തിയെന്നും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം മാറ്റി റോബർട്ട്സ് എന്ന കോളേജ് വിദ്യാർത്ഥിക്ക് പ്രചോദനം ലഭിച്ചു. സർക്കാർ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആളുകൾ വ്യക്തിപരമായി സത്യം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവരെ തടയാനും നിശബ്ദരാക്കാനും സർക്കാരിന് കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ഏരിയ 51ലേക്ക് നുഴഞ്ഞു കയറാൻ ഒരു വലിയ ജനക്കൂട്ടം അവിടെ പോയാൽ അവരെ തടയാൻ സർക്കാരിന് കഴിയില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സ്റ്റോം ഏരിയ 51, അവർക്ക് നമ്മളെയെല്ലാം തടയാൻ കഴിയില്ല എന്ന ഒരു ഫേസ്ബുക്ക് ഇവന്റ് അദ്ദേഹം സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ 2019 സെപ്റ്റംബർ 20 പുലർച്ചെ 3 മണിക്ക് ഏരിയ 51ൽ ആളുകൾ ഒത്തുകൂടുകയും അതീവ രഹസ്യമായ സൗകര്യത്തിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാമെന്ന് ഏകോപിപ്പിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതൊരു തമാശ പരിപാടിയാണെന്ന് നിങ്ങൾക്കും എനിക്കും ചിലപ്പോൾ മനസ്സിലായേക്കാം. എന്നാൽ ആളുകൾ കൂടുതൽ വിചിത്രരാണ്. അവർ അത് ഗൗരവമായി എടുക്കാൻ തുടങ്ങി. ഓഗസ്റ്റ് അവസാനത്തോടെ ഏരിയ 51നെ കൊടുങ്കാറ്റാക്കാൻ 2 ദശലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതായി സ്ഥിരീകരിച്ചു. മാറ്റി റോബർട്ട്സ് തൻ്റെ തമാശ പരിപാടി വളരെ ജനപ്രിയമാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. ഫേസ്ബുക്കിൽ ഒരു തമാശയായി തുടങ്ങിയത് ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. അത് ഒരു അന്യഗ്രഹ ആവേശമായി മാറുകയാണ്. ഇത് തികച്ചും വന്യമായ ഭീകരതയിലേക്ക് നീങ്ങി. ഇതിനെ തുടർന്ന് ഹലോ US ഗവൺമെന്റ് എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി. താൻ ഉത്തരവാദിയല്ലെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഏരിയ 51ലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച ഈ 2 ദശലക്ഷം ആളുകൾക്ക് അത് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഏരിയ 51ൽ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശം ഒരു മരുഭൂമിയുടെ നടുവിലാണ്. ചുറ്റും വിജനമാണ്. 250 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ ഈ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ ഹൈവേയിൽ നിങ്ങൾക്ക് ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലും കണ്ടെത്താൻ കഴിയില്ല. വേനൽക്കാലത്ത് രാവിലെ ഇവിടെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഏരിയ 51ന് സമീപമുള്ള ഈ മരുഭൂമിയിലെ ഒരേ ഒരു കാര്യം ഒരു ചെറിയ ഗ്രാമമാണ്, റേച്ചൽ ഗ്രാമം. 2019 കണക്കനുസരിച്ച് ഈ ഗ്രാമത്തിലെ ജനസംഖ്യ വെറും 54,000. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ചായ അമേരിക്കയിലെ ഏറ്റവും വലിയ സർക്കാർ നിയന്ത്രിത ഭൂമിയിലാണ് ഏരിയ 51 സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ പ്രദേശത്തിന്റെ ഒറ്റപ്പെട്ടതിന്റെ കാരണം. ഈ പ്രദേശം 12,000 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഏരിയ 51ന്റെ ചരിത്രം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചരിത്രത്തിൽ ശീതയുദ്ധം ഉണ്ടായിരുന്നു. ഏരിയ 51 യഥാർത്ഥത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധകാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്. യൂണിയനുകൾ വിനോദ വ്യവസായം, സൈന്യം, ഗവൺമെന്റ് എന്നിവയിലെ കമ്മ്യൂണിസ്റ്റ് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ഭ്രാന്ത് വളർന്നു. വിമാനങ്ങളുടെ പരീക്ഷണ വികസന സൗകര്യം എന്ന നിലയിലാണ് ഇത് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് 1950കളിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവിമാനം ഏരിയ 51ൽ പരീക്ഷിച്ചത്. അത്തരം നിർണായകമായ സൈനിക ആയുധങ്ങൾ ഇവിടെ പരീക്ഷിക്കപ്പെട്ടതിനാൽ ഈ പ്രദേശം രഹസ്യമായി സൂക്ഷിച്ചു. തുടക്കം മുതലേ പുറം ലോകത്തിന് ഈ മേഖലയെക്കുറിച്ച് വളരെ കുറച്ച് അറിയൂ. 1954 അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐസൻഹോവർ അവർക്ക് ഒരു ഹൈ ആർട്ടിറ്റ്യൂഡ് റിക്കഗ്നൈസൻസ് പ്രോഗ്രാം ആരംഭിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ സ്ഥലം ആവശ്യപ്പെട്ടു. ശീതയുദ്ധത്തിന്റെ ഇരുണ്ട നാളുകളിൽ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അതീവ രഹസ്യമായ രഹസ്യാന്വേഷണ വിമാനത്തിന്റെ കഥ ആരംഭിച്ചു. സോവിയറ്റ് യൂണിയന്റെ ആണവ ആയുധങ്ങൾക്കെതിരെ ഉപയോഗപ്രദമായ ചാരവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് CIA-യിലെ 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അങ്ങനെ നെവാഡയിലെ വറ്റിപ്പോയ തടാകത്തിന്റെ നടുവിൽ ഒരു രഹസ്യ താവളം കണ്ടെത്തി. ഗ്രൂം ലേക്ക് എന്നറിയപ്പെടുന്ന വിശാലമായ വരണ്ട തടാക തടയായിരുന്നു അത്. ഇന്ന് ഇത് ഏരിയ 51 എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. സർക്കാർ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്ന ഒരു പ്രദേശമായി ഇത് മാറി. ഏരിയ 51ൽ ചാരവിമാനം നിർമ്മിക്കുകയായിരുന്നു. 2 ചാരവിമാനങ്ങൾ അസാധാരണമായി വേറിട്ട് നിന്നു. U-2 ചാരവിമാനം 1953 പ്രസിഡന്റ് ഐസൻഹോവർ പ്രോജക്റ്റ് അക്വാടോൺ എന്ന രഹസ്യ CIA പ്രോഗ്രാം ആരംഭിച്ചു. ഇന്ധനം നിറയ്ക്കാതെ 4800 കിലോമീറ്റർ പറക്കാനും 320 കിലോ ക്യാമറകൾ വഹിക്കാനും 21,000 മീറ്റർ ഉയരത്തിൽ പറക്കാനും കഴിയുന്ന ഒരു വിമാനം $22 മില്യൺ ചെലവിൽ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. റഡാറുകളിലും വിമാന മിസൈലുകളിലും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു വിമാനം.
അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവിമാനങ്ങളിൽ ഒന്നായ U-2 ചാരവിമാനം വികസിപ്പിച്ചെടുത്തത് ഇങ്ങനെയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു വിമാനം ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയന്റെ മേൽ ചാരപ്പണി നടത്തുന്നതിൽ അമേരിക്ക വലിയ തോതിൽ വിജയിച്ചു. എന്നാൽ 1960 മെയ് 1 ഒരു U-2 വിമാനം മിസൈൽ ഉപയോഗിച്ച് തകർത്തു. CIA പൈലറ്റ് ഫ്രാൻസിസ് ഗാരി പവേഴ്സിനെ അദ്ദേഹത്തിന്റെ U-2 വിമാനത്തിൽ ആകാശത്ത് നിന്ന് വെടിവെച്ചു വീഴ്ത്തി. US ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിക്കായി വർഷങ്ങളോളം കഠിനമായി നേടിയ രഹസ്യ സ്വഭാവം ഒരു മാസത്തിനുള്ളിൽ ഇല്ലാതാക്കി. അവർ ചാരവൃത്തി നടത്തുകയാണെന്ന് സമ്മതിക്കാൻ അമേരിക്ക നിർബന്ധിതരായി. എന്നാൽ വെടിവെച്ച് വീഴ്ത്താൻ കഴിയാത്ത, വേഗത്തിൽ പറക്കാൻ കഴിയുന്ന കൂടുതൽ രഹസ്യമായ ഒരു വിമാനം വികസിപ്പിക്കാൻ സൈന്യത്തിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തി. ലോക്ക്ഹീഡ് SR-71 ബ്ലാക്ക് ബേർഡിന്റെ പിറവിയായിരുന്നു ഇത്. ഇപ്പോഴും ഏറ്റവും വേഗത്തിൽ പറക്കുന്ന വിമാനമാണിത്. മണിക്കൂറിൽ 3400 കിലോമീറ്ററാണ് ഇതിന്റെ പരമാവധി വേഗത. 24,000 മീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയും. അത് വളരെ വേഗത്തിലും ഉയരത്തിലും പറക്കുന്നു. അത് വെടിയേറ്റ് വീഴാനുള്ള സാധ്യതകളില്ല. ഈ വിമാനം രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നിർണായകമായിരുന്നു, പ്രത്യേകിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധ കാലത്ത്. അപ്പോൾ അവർക്ക് എങ്ങനെ വിമാനം ലോകത്തിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയും? CIA UFOകൾ ഉപയോഗിച്ചു. അവർ ചുറ്റും പറക്കുന്ന UFOകളുടെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടി. UFOകൾ ആകാശത്ത് ചുറ്റും കണ്ടു. അവർ അവകാശവാദങ്ങൾ നിഷേധിക്കുകയോ സത്യം വെളിപ്പെടുത്തുകയോ ചെയ്തില്ല. വിചിത്രമായി കാണപ്പെടുന്ന, വേഗത്തിൽ പറക്കുന്ന, തിരിച്ചറിയപ്പെടാത്ത വസ്തുക്കൾ, അവ അന്യഗ്രഹ പറക്കും തളികകളായിരുന്നു. ഈ പ്രോഗ്രാം രഹസ്യമായി സൂക്ഷിക്കാൻ CIAക്ക് ഇതൊരു നല്ല മാർഗമായി തെളിഞ്ഞു. ഇവ അന്യഗ്രഹ പറക്കും തളികകളാണെന്ന് വിശ്വസിക്കാൻ അവർ ആളുകളെ അനുവദിച്ചു. അവ US-ന്റെ അതീവ രഹസ്യമായ സൈനിക വിമാനങ്ങളാണെന്ന് ആരും അങ്ങനെ കണ്ടെത്തുകയില്ല. റോസ്വെൽ സംഭവത്തിൽ നിന്നുള്ള പറക്കും തളിക സിദ്ധാന്തം മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒരു ദിവസം ഓടാൻ അനുവദിച്ചതിന്റെ കാരണം ഇതാണ്. എന്നാൽ അതേസമയം അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് സർക്കാർ സമ്മതിച്ചാൽ, അവർ അന്യഗ്രഹ ജീവികളിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അത് രാജ്യത്ത് പ്രതിഷേധം സൃഷ്ടിക്കുമെന്ന് CIAക്ക് അറിയാമായിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ഭയത്തിനും പരിഭ്രാന്തിക്കും ഇടയാക്കും. അതുകൊണ്ടാണ് ഒരു ദിവസത്തിന് ശേഷം ഇതൊരു കാലാവസ്ഥ ബലൂണാണെന്ന് പറഞ്ഞവർ ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. പിന്നീട് 1994 US വ്യോമസേന ഇതൊരു ആണവ നിരീക്ഷണ ബലൂണാണെന്ന് വെളിപ്പെടുത്തി. ഇത് പ്രോജക്റ്റ് മെഗൂളിനു കീഴിൽ വികസിപ്പിച്ച ചാര ഉപകരണമാണ് എന്ന് അവർ പറയുകയുണ്ടായി. ഉദാഹരണത്തിൽ നമുക്ക് വ്യക്തമാക്കാം. സാധാരണ യാത്രാ വിമാനങ്ങൾ 10,000 മുതൽ 20,000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്നു. അതേസമയം U-1 SR-71 പോലുള്ള സൈനിക വിമാനങ്ങൾ 12,000 മുതൽ 18,000 മീറ്റർ വരെ ഉയരത്തിൽ പറന്നു. SR-71 26,000 മീറ്റർ വരെ എത്തുന്നു. ഈ വിമാനങ്ങൾ പലപ്പോഴും സൂര്യാസ്തമയത്തിന് തൊട്ടുമുമ്പ് പരീക്ഷിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഉയരം, വേഗത, ലൈറ്റിംഗ് എന്നിവയുടെ സംയോജനം അവയെ UFOകളായി ദൃശ്യമാക്കും. പല UFO കാഴ്ചകളും യഥാർത്ഥത്തിൽ സൈനിക ഡ്രോണുകൾ, ഡീകോയ് പ്ലെയറുകൾ അല്ലെങ്കിൽ മറ്റ് സൈനിക സാങ്കേതിക വിദ്യകളുടെ തെറ്റായ തിരിച്ചറിയലാണ്. UFO എന്ന പദം അജ്ഞാത പറക്കുന്ന വസ്തുവിനെ സൂചിപ്പിക്കുന്നു, അന്യഗ്രഹ ബഹിരാകാശ വാഹനമല്ല. ഏരിയ 51 ചുറ്റും പരീക്ഷിച്ച ചാരവിമാനങ്ങൾ അന്യഗ്രഹ ജീവികളുമായുള്ള ബന്ധത്തിന് സംഭാവന നൽകിയെന്ന് വേണം പറയാൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? US എയർഫോഴ്സിന്റെ പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് നിരവധി UFO റിപ്പോർട്ടുകൾ അന്വേഷിച്ചു. ഫ്ലൈറ്റ് റെക്കോർഡുകൾ ഉപയോഗിച്ച് അവ ക്രോസ് റെഫറൻസ് ചെയ്തു. പലപ്പോഴും റിപ്പോർട്ടുകൾ അറിയപ്പെടുന്ന സൈനിക വിമാന പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി. 1950കളുടെ അവസാനത്തിലും 1960കളിലും മിക്ക UFO കാഴ്ചകളും ഈ രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന്യഗ്രഹ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിച്ചതായി അവകാശപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്ത വിദഗ്ധനായ ബോബ് ലാസർ IMIT-യിൽ നിന്നുള്ള വ്യാജ ബിരുദം ഉൾപ്പെടെയുള്ള തന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം കെട്ടിച്ചമച്ചതായി കണ്ടെത്തി. 2013 ജൂണിൽ CIA ഏരിയ 51 ബേസ് പരസ്യമായി അംഗീകരിക്കുകയും അതിന്റെ രഹസ്യ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തരംതിരിക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് വിവരങ്ങൾ അഭ്യർത്ഥിക്കാൻ ഈ നിയമം പൊതുജനങ്ങളെ അനുവദിക്കുന്നു. ഇത് 2013 ഏരിയ 51 വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിലേക്ക് നയിച്ചു. ഇന്നും അടുത്ത തലമുറ വിമാനങ്ങൾ പരീക്ഷിക്കുന്നതിന് പേരുകേട്ട ഏരിയ 51 ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ആഗോള സെൻസേഷനായി മാറിയിരിക്കുന്നു. ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ താല്പര്യമുള്ള ആളുകളിൽ നിന്ന് വിനോദസഞ്ചാരം മുതലാക്കാൻ 1966 നെവാഡ ഹൈവേയെ അന്യഗ്രഹ ഹൈവേ എന്ന് പുനർനാമകരണം ചെയ്തു. എന്നിരുന്നാലും ഏരിയ 51 ഇപ്പോഴും ഒരു സൈനിക കേന്ദ്രമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. അതിക്രമിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും. ഏരിയ 51 രഹസ്യമായി തുടരുമ്പോൾ UFOകളുടെയോ അന്യഗ്രഹ ജീവികളുടെയോ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ
വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല. അടിസ്ഥാനത്തിന്റെ നിഗൂഢമായ പ്രശസ്തി പ്രധാനമായും അതിന്റെ ക്ലാസിഫൈഡ് സ്വഭാവത്തിൽ നിന്നും ബോബ് ലാസറിനെ പോലുള്ള വ്യക്തികളുടെ ഉയർന്ന അവകാശവാദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. വിവരണങ്ങളുടെ മേൽ സർക്കാരിന്റെ കർശന നിയന്ത്രണം ഊഹക്കച്ചവടത്തിന് ആക്കം കൂട്ടി. കൗതുകമുണർത്തുന്ന സിദ്ധാന്തങ്ങളും സെൻസേഷണൽ കഥകളും ഉണ്ടായിരുന്നിട്ടും ഏരിയ 51മായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ വിശദീകരണം നൂതന സൈനിക സാങ്കേതിക വിദ്യയും പരീക്ഷണാത്മക വിമാനവുമാണ്. ഏതൊരു നിഗൂഢതയും പോലെ ജിജ്ഞാസയെ വിമർശനാത്മക ചിന്തയുമായി സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഏരിയ 51 അസാധാരണമായ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് അത്യാധുനിക സൈനികരുടെ കേന്ദ്രമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് അന്യഗ്രഹ ജീവികളുമായി ബന്ധമില്ല എന്നാണ്. വിമാനങ്ങളുടെ പരീക്ഷണങ്ങളുടെ തെറ്റിദ്ധാരണകളുടെ ഫലമായും മനഃപൂർവ്വമായും സൃഷ്ടിക്കപ്പെട്ടവയാണ് ഇവ. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം അറിയിക്കുക. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.